അനന്തമായ കാലചക്രം ഉരുളുന്നു. അതിനിടയിൽ തിന്നുകുടിച്ച് ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ മുമ്പിൽ കണ്ടിട്ടില്ലാത്ത കർത്താവിന്റെ ന്യായാസനം, കേട്ടിട്ടില്ലാത്ത കുറെ ന്യായങ്ങൾ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാനുള്ള തത്രപ്പാട്, സ്വർഗത്തിന്റെ സന്തോഷവും നരകത്തിന്റെ തീച്ചുളയും, മരണവിധിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന കുറെ പരലോക യാത്രികൾ. മനോഹരമായ ഈ മാതൃദിനത്തിൽ ബാൾട്ടിമോർ സെന്റ് അൽഫോൻസ വിമൻസ് ഫോറം അവതരിപ്പിക്കുന്നു കൊച്ചു ത്രേസ്യയുടെ സ്വർഗയാത്ര. എന്റെ അമ്മച്ചിയോ ഇപ്പൊ വീണല്ലേ ആ തീക്കൊള്ളിലോട്ട്. സ്വർഗം ഇത് തന്നെ വഴി. എങ്ങോട്ടാണാവോ? ഇത് നല്ല ചോദ്യം. സ്വർഗത്തിലേക്ക്. പാസോ? പാസും പാസ്പോർട്ടും ഒക്കെ അങ്ങ് കേരളത്തിൽ നിന്ന് അമേരിക്കയിൽ പോകാനല്ലേ? ഇങ്ങോട്ട് പോരാൻ അതൊക്കെ വേണോ? എന്റെ കൊച്ചേ, ഇങ്ങോട്ട് പോരുമ്പോ അതൊന്നും തന്നയക്കത്തില്ലെന്നേ. കൊച്ചോ, ഞാനാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൈവദൂതൻ. ഓ, ഞാൻ എന്റെ മോൻ ഔസേപ്പച്ചനെ കാണാന് അങ്ങ് അമേരിക്ക ചെന്നപ്പം അവിടുത്തെ ബാൾട്ടിമോർ പള്ളിയില് സൺഡേ സ്കൂൾ പിള്ളേര് ഹോളി വീന് ഇങ്ങനത്തെ വേഷം കെട്ടി കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാ. അപ്പൊ ഞാനത് ചെല്ലട്ടെ? പറ്റില്ല, പാസ് നിർബന്ധം. ഓ, അതെന്ത് ബന്ധം? അസംബന്ധം പറയല്ലേ ഗബ്രിയേലേ? അതല്ല അമ്മൂമ്മ. അമ്മൂമ്മയോ? അമ്മൂമ്മ നിന്റെ? അയ്യോ, സോറി മാഡം. ആ, അങ്ങനെ വിളി. ദേ അവിടെ ഇരിക്കുന്ന ആളെ കണ്ടോ? അതാണ് ലിസിൽസ് പത്രോസ്. അദ്ദേഹം സമ്മതിച്ചാലേ പാസ് വിട്ടുകയുള്ളൂ. ഓ, അത് ശരി. എന്നാ പിന്നെ അതങ്ങ് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ കൊച്ചേ? ഓ, അല്ല ദൈവദൂത. മോനെ പത്രോസേ, നമസ്കാരം. എനിക്ക് സ്വർഗത്തിലേക്കുള്ള പാസിംഗ് തന്നേരം. ഓ, എന്താ ഒരു പത്രോസ്? ചേട്ടത്തിയുടെ പേരെന്താ? അയ്യോ, എന്നെ മനസ്സിലായില്ലയോ? ഞാനാണ് കൊച്ചിയിലെ ഏറ്റവും വലിയ തറവാടിയായ വഴുതക്കാട്ടിൽ വറീതിന്റെ രണ്ടാമത്തെ മോള് കൊച്ചു ത്രേസ്യ. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാല് ആനവിലാസം മത്തായിച്ചന്റെ ഭാര്യ. അങ്ങ് അമേരിക്കയില് പിതാവിന്റെ തൊട്ടടുത്ത ബന്ധു. ചുരുക്കി പറഞ്ഞ പിതാവിന്റെ അപ്പന്റെ വകയിലൊരു അനിയന്റെ ഭാര്യയുടെ അമ്മൂമ്മയുടെ നാത്തൂന്റെ അനിയന്റെ ഭാര്യ. അപ്പൊ പിന്നെ ആ പാസിങ് തന്നേരെ. ചേട്ടത്തിയുടെ പേര് ഈ കണക്ക് ബുക്കിൽ കാണുന്നില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കണക്ക് പുസ്തകത്തിന് പകരം വല്ല പാഠ്യപുസ്തകമാണോ മോനെ നോക്കുന്നേ? തറവാട്ട് മഹിമ അനുസരിച്ച് എന്റെ പേര് ഫസ്റ്റ് ലിസ്റ്റ് വരേണ്ടതാണ്. പിന്നെയാണ് ഈ പള്ളിക്കാര്യങ്ങളൊക്കെ പറഞ്ഞാല് മാതൃസംഘടനയുടെ സെക്രട്ടറി, ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്രസിഡന്റ്, അൽഫോൻസാമ്മയുടെ പെരുന്നാൾ പ്രസിഡന്റ്. പിന്നെ ഞാൻ പോകാത്ത ധ്യാന കേന്ദ്രം വല്ലതും ഉണ്ടോ ഈ കേരളത്തില്? പോട്ട, മുരിങ്ങൂറ്, അട്ടപ്പാടി തൊട്ട് മുണ്ടക്കയം വഴി ഗാഗുൽത്ത, ജെറുസലേം, താവളം, അണക്കര വരെ. ആ ചെറുത്താലി ഒഴിപ്പിക്കുന്ന കത്തനാരില്ലേ, അവിടെ പോയിട്ടുണ്ട്. അന്ന് അവിടുന്ന് ഒഴിപ്പിച്ച ചെറുത്താന്മാരെല്ലാം കൂടെ കേറിയിട്ടുണ്ടാവും. തമാശക്കല്ലേ പത്രോസേ, കാര്യം കളിയല്ല.
ഇങ്ങേടല്ലേ അന്ന് ആ പാവം കർത്താവിനെ തള്ളി പറഞ്ഞത്? ഒന്നല്ല 3 തവണ. ഹോ, ഇപ്പം വലിയ ആളായിട്ടിരിക്കുക. 43 വർഷം പഠിച്ച പണി 18 പറ്റിയിട്ട് എന്നെ ഒതുക്കാൻ പറ്റിയിട്ടില്ല ജഗജില്ലിയായ ആനവിലാസം മത്തായച്ചന്. പിന്നല്ലേ പത്രോസ്. ഈ ത്രസ്യാക്കുട്ടി അങ്ങനെ അങ്ങ് ഒതുങ്ങില്ല കേട്ടോ. ഏതായാലും ചരിത്രയുടെ പേര് ഈ ലിസ്റ്റിലില്ല. എന്റെ കെട്ടിയോൻ മത്തായച്ചൻ ഇങ്ങോട്ട് പോന്നിട്ട് ഇപ്പൊ കൊല്ലം 3 അയാൾക്ക് എനിക്കൊരു സീറ്റ് പിടിച്ചിടായിരുന്നല്ലോ. മോനെ പത്രോസേ, ഒന്നോടൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ എന്റെ പേരുണ്ടോന്നു. വേണമെങ്കിൽ എന്റെ കണ്ണട തരാം, വെള്ളെടുത്താ. ചടുത്തി എല്ലാം പൂർത്തിയായിട്ടില്ല. മരിച്ച് ശവസംസ്കാരം നടന്നാലേ ജീവന്റെ ബുക്കിൽ ഈ പേര് വരുള്ളൂ. ഓ, അത് ശരി. എന്നാ അതങ്ങ് നേരത്തെ പറഞ്ഞൂടെ? ഇതാരാ ഈ സുന്ദരക്കോത? എന്താ ഇവിടെ? എവിടുന്ന് വരുന്നു? ഞാൻ ആലിൻമൂട്ടിൽ തോമാച്ചന്റെ ഭാര്യ കത്രീന. ആലിൻമൂട്ടിൽ തോമാച്ചന്റെ ഭാര്യ കത്രീന? കണ്ടിട്ട് എന്താ ഒരു ചെറുപ്പം. ആ കുണിങ്ങിയുള്ള വരവ് കണ്ടിട്ട് ഇപ്പോൾ അത്ര ശരിയാവെന്ന് തോന്നില്ല. എന്തായാലും ഇതിനെ അത്ര പെട്ടെന്ന് പത്രോസ് കയറ്റിവിടുമെന്ന് തോന്നില്ല. മോളെ, മോളെ, ഇത്ര വേഗത്തിൽ ഇനി പോരാൻ എന്നാ പറ്റിയേ? ഞാനും എന്റെ ഭർത്താവും ഒരു കാർ അപകടത്തിൽപ്പെട്ടു. ഞാൻ അപ്പോൾ തന്നെ മരിച്ചു. അച്ചായൻ ഒരു തരത്തിൽ രക്ഷപ്പെട്ടു. ശ്ശോ, അത് കഷ്ടായിപ്പോയി. അല്ലേലും ദൈവം ചിലപ്പോഴൊക്കെ കണ്ണിച്ചോര ഇല്ലാത്തവനാന്ന് തോന്നും. അയ്യോ ചേച്ചി, അങ്ങനെ ദൈവദൂഷണം പറയല്ലേ. ദൈവം എന്റെ 5 കുഞ്ഞുങ്ങളെ അനാഥരാക്കാതെ അച്ചായന്റെ ജീവൻ രക്ഷിച്ചല്ലോ. ദൈവനാമത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ പോട്ടെ. നിക്ക് നിക്ക് നിക്ക്. നേരെ അങ്ങോട്ട് പോവാണോ? ആ പത്രോസിന്റെ അടുക്ക ചെന്ന് പാസ് എടുത്തിട്ട് വേണം പോകാൻ, അല്ലേ ഗബ്രിയേലേ? ആലുമൂട്ടിൽ തോമാച്ചന്റെ ഭാര്യ കത്രീന. അത് ഞാൻ തന്നെ. നിന്റെ കുടുംബം തിരുകുടുംബം പോലെ മാതൃകാ കുടുംബമാണ്. നീ ജീവിച്ചിരുന്ന കാലത്ത് അനുഭവിച്ച കഷ്ടതയും സഹനങ്ങളും എല്ലാ പ്രയാസങ്ങളിലും കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കും. നിന്റെ പുണ്യപ്രവൃത്തികൾ കണക്കിലെടുത്ത് നിനക്ക് നിത്യ സൗഭാഗ്യത്തിൽ പ്രവേശനം ലഭിച്ചിരിക്കും. ഇവള് തിരക്കിയിടില്ലല്ലോ. മോനെ പത്രോസേ, എന്റെ പേര് വന്നോന്ന് നോക്കിയേ. ഇത്രയും നേരം അത് തന്നെയാണ് നോക്കിയിരുന്നത്. കണ്ടില്ല, നാട്ടിൽ ശവസംസ്കാരം കഴിഞ്ഞില്ലല്ലോ. ഓ, അവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞു കാണത്തില്ല. അമേരിക്കയിലുള്ള ഔസേപ്പച്ചനും അങ്ങ് കാനഡയിലുള്ള തങ്കച്ചനും ഒന്നും വന്നു കാണില്ല. അതാ ഇത്ര താമസം. അവർക്കൊക്കെ ഓൺ കോളും നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ളവരല്ലേ. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കിയാലോ. ബാത്റൂമിൽ പോയാലും ഞാൻ എൻ്റെ ഫോൺ കയ്യിൽ എടുക്കുന്നത് കൊണ്ട് അതെന്റെ കയ്യിലുണ്ട്. കപ്പിയാൽ അത് കണ്ടില്ലെന്ന് തോന്നുന്നു. തലേണ വരെ എടുത്ത് മാറ്റി. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, എടാ മോനെ വർഗീസൂട്ടി, ഇത് അമ്മച്ചിയാടാ. എന്നാ മോനെ പറഞ്ഞേ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഓ, ഐസിട്ട മൊബൈൽ മോർച്ചറിയിലാണെന്നോ? ഇപ്പോഴാ എന്റെ മക്കളുടെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നത്. ആ ടൗണിൽ കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ ശവപ്പെട്ടി തന്നെ വേണം. നല്ല ഗോൾഡൻ ആയിക്കോട്ടെ. അമേരിക്കയിൽ നിന്ന് ഔസേപ്പച്ചൻ വിളിക്കുമ്പം 2 കുപ്പി വില കൂടിയ പെർഫ്യൂമും കൂടെ കൊണ്ടുവരാൻ പറ, എന്റെ ദേഹത്തടിക്കാനായിട്ട്. ഹലോ, എന്നാ മോനെ പറഞ്ഞേ? 6
പള്ളി പോയി പറഞ്ഞാ മതി. ആ പള്ളിപ്പൊടി കാണാത്ത വടക്കേതിലെ കുണുങ്ങിയല്ലാതെ മരിച്ചപ്പോ തന്നെ 7 അച്ഛന്മാരുണ്ടായിരുന്നു. നീ ആ സെബിയച്ചനെ വിളിച്ച് ആ മെത്രാനച്ചനോടൊന്ന് ഇടപെടാൻ പറ. അമേരിക്കയിലായിരുന്നപ്പോ അങ്ങേർക്കെന്നെ വലിയ കാര്യമായിരുന്നല്ലോ. എത്ര മട്ടൻ കറിയും ഫിഷ് മോളിയും ലാവിഷായിട്ട് ഉണ്ടാക്കി കൊടുത്തതായി കൈകൊണ്ട്. മെത്രാനെ കിട്ടാതെ എന്റെ ശവത്തെ തൊട്ടേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. മോനെ, ഞാനിപ്പോ പത്രോസിന്റെ അരികിലാ. പത്രോസ് പറയൊന്നും അല്ലടാ. ആ അതുപോലെ ഉണ്ടല്ലോ, ആ സിനിമ പിടിക്കുമ്പം കമ്പ്യൂട്ടറിൽ കൂടെ അപ്പൊ തന്നെ കാണാനുള്ള ആ സൂത്രമില്ലേ, അതൊക്കെ ചെയ്യണം കേട്ടോ. എന്നാലേ അമേരിക്കയിലെ ഔസേപ്പച്ചന്റെ അൽഫോൻസ പള്ളിക്കാർക്ക് കാണാൻ പറ്റത്തുള്ളൂ. 24 മണിക്കൂറും അവര് കമ്പ്യൂട്ടറിന്റെ മുന്നിലാന്നേ. അടുപ്പത്ത് പാലും കൊല്ലം വെച്ച പോലെയാ. ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരികയില്ല. എന്നാലും സ്നേഹമുള്ളവരാ. എന്നെ കണ്ടപ്പോ തിരിഞ്ഞു നടക്കുന്നോടാ. അവിടെ നിൽക്കടാ. നിന്നെ കണ്ടിട്ട് തന്നെ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ഞങ്ങൾ ചെയ്യുന്ന മാന്യമായ തൊഴിലിനെ നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഓ ശരി ശരി. പുണ്യാളച്ചൻ എങ്ങനെയാ ഇവിടെ എത്തിയേ? ഞാനൊരു അമേരിക്കൻ മലയാളി വീട്ടിൽ സുഖവിവരം തിരക്കാൻ കയറി. അവിടത്തെ തള്ള 10 പവന്റെ മാനിട്ടുകൊണ്ട് നടക്കുന്നു. വല്ല കള്ളന്മാരും അവിടെ കഴുത്തറക്കുമെന്ന് ഓർത്ത് ഞാൻ അതങ്ങെടുത്തു. ആ തള്ള മാല പോയതിന് വിഷമം സഹിക്ക വയ്യാതെ അറ്റാക്ക് വന്ന് മരിച്ചു. ഞാൻ ആ മാല പോലീസുകാർക്ക് ഗിഫ്റ്റായി സമർപ്പിച്ചപ്പോ അയാളുടെ കഷ്ടകാലത്തിന് ആ കുടവേരം പോലീസ് എന്റെ കടവയിൽ ഒറ്റ ചവിട്ട്. അതോടെ എന്റെ കാറ്റും പോയി. നീയാണ് എന്റെ മാല കെട്ടതല്ലേ? തലേന്ന് വരെ പയറുമണി പോലെ ഓടി നടന്നിരുന്ന എന്റെ കാറ്റ് നീ കളഞ്ഞല്ലോടാ. കള്ള കാലമാണ് നിന്നെ ഞാൻ ശരിയോ? നിക്കണം അവിടെ, നിക്കണം. പരപ്പരങ്ങാടി പേനാകത്തി പരന്നു, പരപ്പരങ്ങാടി പേനാകത്തി പരന്നു. അത് ഞാനാണ്. നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാം. അയ്യോ, നരകത്തിലേക്കോ? അല്ലടാ, സ്വർഗത്തിലേക്ക്. കള്ള കാലമാണ് മരങ്ങോടാ. നിനക്കത് തന്നെ വരണം. ദൈവപ്രമാണങ്ങളുടെ പരസ്യമായ ലംഘനം നടത്തിയ നിന്നെ പോലെയുള്ളവർക്ക് സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് പ്രവേശിച്ചത്. ഇവിടെ വിളിച്ചക്കാരോ? എന്റെ കയ്യിലൊന്നുമില്ല നിനക്ക് തരാൻ. അമ്മാ, സ്വർഗത്തിലേക്കുള്ള വഴി. എടാ, സ്വർഗത്തിലേക്കൊന്നും നിന്നെ പോലുള്ള ദരിദ്രവാസികൾക്ക് പ്രവേശനമില്ലെന്നേ. സംശയം ഉണ്ടെങ്കിൽ ആ പത്രോസിനോടൊന്ന് ചോദിച്ചു നോക്കിയേ. വിശുദ്ധ പത്രോസ്ലീഹായേ, ഞാനൊരു സമ്പന്നനായിരുന്നു. വേദനിക്കുന്നവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും ഞാൻ വാരിക്കോരിക്കൊടുത്തു. അവസാനം ഞാനൊരു ദരിദ്രനായി, യാചകനായി പട്ടിണി കിടന്നു മരിച്ചു. തല ചായ്ക്കാൻ ഒരു കൈ മണ്ണ് പോലും ഇല്ലാത്ത എനിക്ക് സ്വർഗത്തിലെങ്കിലും ഒരിടം തരണേ. തീർച്ചയായും ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ, എന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. ഇനി നീ ലാസറിനെ പോലെ അബ്രാഹത്തിന്റെ മടിത്തട്ടിൽ പർദീസയിലായിരുന്നു.
കുറച്ചുപേർ ഒരുമിച്ച് അച്ഛാ അച്ഛാ നമ്മൾ എവിടെയാ? ഓറഞ്ച് ജ്യൂസ് കുടിച്ച് രാവിലെ എഴുന്നേറ്റുമ്പോ ഞങ്ങളെ വീഗാലാൻഡിൽ കൊണ്ടുപോകണമെന്നല്ലേ പറഞ്ഞേ? എന്തു പറ്റി? ഞങ്ങൾ ഒരുമിച്ച് മരിച്ചു. ഇത് എന്റെ ഭാര്യ, മക്കൾ. യോ, ഒരുമിച്ച് മരിച്ചെന്നോ? വല്ല സുനാമിയോ പറ്റുണ്ടായോ? ഹായ് ഏഞ്ചൽസ്. ഞാൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. എന്റെ ആഡംബര ജീവിതത്തിൽ വരവിനേക്കാൾ ഏറെ ചിലവായപ്പോ ഞാൻ കടക്കാരനായി. കടക്കാരുടെ ശല്യം സഹിക്കു വയ്യാതായപ്പോൾ നമ്മൾ സ്വയം മരിക്കാൻ തീരുമാനിച്ചു. ഓറഞ്ച് ജ്യൂസ് വിഷം കലർത്തി ആദ്യം മക്കൾക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ കുടിച്ച് ജീവിതം അവസാനിപ്പിച്ചു. അത് ശരി. ദൈവം ദാനമായി തന്ന ഈ 2 കുഞ്ഞുങ്ങളെ നശിപ്പിച്ചിട്ടാ ദിനേശ വരവല്ലേ? മോനെ, എന്റെ അപ്പൻ 10 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാ ഞങ്ങൾ 9 മക്കളെ വളർത്തിയ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു ചെറിയ കാരണം മതി ഇതൊക്കെ അവസാനിപ്പിക്കാൻ. ഹായ് ദൈവമക്കളെ, നിരപരാധികളും ഇഷ്ടകരമായ കുഞ്ഞു മാലാഖയ്ക്ക് സ്വർഗത്തിലേക്ക് പോകാം. പാറമടയിലെ രാഘവൻ, ഭാര്യ ഗിരിജ, നിങ്ങൾ 2 പേരും ലോകത്ത് ആഡംബരമായി ജീവിച്ചു. എന്നാൽ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചില്ല. നിങ്ങൾ തെരഞ്ഞെടുത്ത അന്ധകാര ലോകത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. പോകൂ. ഈ ക്രിസ്ത്യാനികളല്ലാത്തവർക്കും സ്വർഗത്തിൽ പ്രവേശനമുണ്ടോ? സഹോദരി, തോമസ് ലീഹ മാമോദീസ മുഖ്യവരാണെന്നും അൽഫോൻസം അടുത്തുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതം നന്നാവണം. പിന്നെ ആര് സ്വർഗത്തിൽ പോകണം വേണ്ട എന്നതൊക്കെ ദൈവത്തിന്റെ മാത്രം തീരുമാനമാണ്. അത് ശരിയാ. ഭൂമിയിലുള്ളവരൊന്നും ഇതൊന്നും ചിന്തിക്കുന്നില്ലെന്നേ. ഞാൻ ഇവിടെ വന്നിട്ട് കുറെ നേരം ആയല്ലോ. എന്റെ കാര്യം നടക്കുവോ? I'm in love with the shape of you. Push and pull like a magnet. When my heart is falling, I'm in love with your body. I'm in love with your body. ഓ, എന്നതാ ഈ വൃത്തികെട്ട ശബ്ദം? ഇതെന്താ നല്ല മൂക്കൊക്കെ കുത്തി ഇങ്ങനെ ഒരാളാണ്? പല ഫ്രീക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാ ഒരു ഫ്രീക്കത്തിയെ കാണുന്നത്. ഇതെന്നാ കൊച്ചേ ചെത്തി നടക്കേണ്ട സമയത്ത് ഇങ്ങനെ വന്നിരുന്നേ? Auntie, what can I say? I was a college student in Maryland. I was very active at the church too. I started all these habits for fun. Later, I became addicted to it. My parents spent all their savings for my treatment, but didn't have. Finally, I died. ഓ, ഇന്നത്തെ കുട്ടികൾ എന്തിനൊക്കെ അടിമകളാണ്. നിന്റെ മരണവാർത്ത അറിഞ്ഞെങ്കിലും നിന്റെ കൂട്ടുകാരെ നിന്നു പിന്തിരിഞ്ഞെങ്കിലും. നടാഷ ആരാധന. Yo, it's me. മോളെ, ജനമോഹങ്ങൾ ആത്മാവിനെതിരാണ്. അതൊരാളെ സ്വർഗരാജ്യത്തിന് എതിരാക്കുന്നു. നീ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങളെ പ്രതി ശുദ്ധീകരണ സ്ഥലമാണ് നിനക്കായി ഒരുക്കിയിരിക്കുന്നത്. ഓ, എന്റെ കർത്താവേ, എന്റെ മോൻ അമേരിക്കയിലുള്ള അവസാനിപ്പിച്ചന് ഈ കൊച്ചിന്റെ പ്രായത്തിലൊരു മോളുണ്ടല്ലോ. അവരുടെ കാര്യം കട്ട പുകയായി. അങ്ങ് അമേരിക്കയിൽ എല്ലാ വീട്ടിലും കള്ളുഷോപ്പ് ഉണ്ടത്രേ. മണ്ണിന്റെ അടിയിലെങ്ങാണ്ട് ഒരു സ്ഥലം ഉണ്ടെന്നോ അതിന് ബേസ്മെന്റ് എന്നാ പേരെന്നോ ഒക്കെ കേൾക്കാം. ഈ കള്ളുഷോപ്പ് ഇല്ലാത്ത വീടുകള് മലയാളികൾ വാങ്ങില്ല എന്നാ കേൾക്കുന്നത്.
എന്നാലും ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജനിച്ച് വളർന്നിട്ട് മെരിലാൻഡിലെത്തിയപ്പോ ഇങ്ങനെ ആയി പോയല്ലോ. ഇതൊക്കെ പറഞ്ഞാലും എന്റെ കാര്യം എന്തായി? അടക്കമൊക്കെ ഇപ്പൊ കഴിഞ്ഞു കാണത്തില്ലയോ? എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ചേട്ടത്തിൽ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളുടെ ഫലമായി നിങ്ങളുടെ പേര് സ്വർഗരാജ്യത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എത്തിയിരിക്കുക. സെന്റ് അഗസ്റ്റിൻ എഴുതിയതായിരുന്നു, മെനി ഡ്രോപ്സ് മേക്ക് ആൻ ഓഷൻ. പല തുള്ളികൾ ചേർന്ന് സമുദ്രമുണ്ടാകുന്നു. ശുദ്ധീകരണ സ്ഥലത്തെത്താൻ മാത്രമുള്ള സുഹൃതങ്ങളെ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്റെ കർത്താവേ, എന്തൊരു തൊന്തരവാണിത്! ഈ ശുദ്ധീകരണ സ്ഥലത്തെത്താൻ ഞാൻ എന്ത് കുറ്റാ ചെയ്തേ? പറയാം. പള്ളിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തപ്പോഴും എത്ര തവണ ആത്മാർത്ഥമായി കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. മരിച്ചവർക്ക് വേണ്ടിയുള്ള നിരവധി കുർബാനകളെക്കാൾ ഫലപ്രദമാണ് ജീവിക്കുമ്പോൾ യോഗ്യതയോടെ നിങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന. കുമ്പസാരിക്കുമ്പോൾ പോലും നിങ്ങൾ പല തെറ്റുകളും മറച്ചുപിടിച്ച് നിരന്തരമായ പ്രാർത്ഥനകൾക്കുപരിയായി പരദൂഷണം പറഞ്ഞു നടന്നു. കാരുണ്യ പ്രവൃത്തികൾ പലതും അവഗണിച്ചു. ഇനി നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് പാപങ്ങൾക്ക് പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ കൊച്ചു ത്രേസ്യയുടെ ആത്മാവ് നടാഷയോടൊപ്പം ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് യാത്രയായി. ദൈവം നിശ്ചയിച്ച സമയകാലം ശുദ്ധീകരണ സ്ഥലത്ത് ചെലവഴിച്ചു. ഭൂമിയിലെ അവരുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കൂട്ടുകാരുടെയും യാചനകളും പ്രാർത്ഥനകളും വിശുദ്ധ കുർബാന അർപ്പണവും അവരുടെ ശുദ്ധീകരണ സമയത്തെ ലഘൂകരിച്ചു. സമയത്തിന്റെ പൂർണ്ണതയിൽ ജീവന്റെ പുസ്തകത്തിൽ പിന്നീട് അവരുടെ പേര് ചേർക്കപ്പെട്ടു. അങ്ങനെ സോഷ്യൽ മീഡിയയും ഐഫോണും ഇല്ലാത്ത എന്നാൽ എല്ലാമുള്ള നിത്യസന്തോഷത്തിലേക്ക് അവരുടെ ആത്മാവ് നിത്യസ്ഥിതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടു. പത്രോസിന്റെ കണക്ക് പുസ്തകത്തിൽ പേര് വരുവാനും സ്വർഗയാത്രയ്ക്കുള്ള പാസ് കിട്ടുവാനും മരണം സുനിശ്ചിതരായ നാമം ഒരുങ്ങേണ്ടതല്ലേ?